ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഗോബി 65 ആണ്. ഗോബി 65 എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ ഞാനിവിടെ 500 ഗ്രാം കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. കോളിഫ്ലവർ ചെറിയ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളവും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവറും ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ടെടുക്കുക. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടീസ്പൂൺ റൈസ് പൗഡർ, 2.5 ടീസ്പൂൺ കോൺഫ്ലവർ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുക. ബാറ്റർ റെഡിയാക്കുമ്പോൾ ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. എനിക്കിവിടെ 1/2 കപ്പ് വെള്ളമേ ആവശ്യമായിട്ട് വന്നുള്ളൂ. മാവ് റെഡിയാക്കിയതിന് ശേഷം ലാസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവർ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇതുപോലൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് ക്രിസ്പി ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് ആ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. അതും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോളിഫ്ലവർ 65. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.